ഇന്ന് ഉസ്താദന്മാരുടെ ശമ്പളത്തിന്റെ വിഷയത്തില് ഭയങ്കര ചർച്ചയാണല്ലേ. അതിൻ്റെ ഇടക്ക് ഒരു പള്ളി കമ്മിറ്റിക്കാരന്റെ ഒരു വോയിസ് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഉസ്താദന്മാർക്ക് ശമ്പളം കൂട്ടേണ്ടതെന്ന്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, പൊന്നു സഹോദര, നാളെ നീ മരിച്ചാൽ നിന്റെ ഖബറിന്റെ അടുത്ത് നിന്റെ മക്കൾ വന്ന് ഒരു യാസീൻ ഓതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്തത് ഈ ഉസ്താദന്മാരടാ. പിന്നെ നാളെ നീ മരിച്ചാൽ നിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് തൽക്കീന് ചൊല്ലേണ്ടതും നിന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടതും നിനക്ക് വേണ്ടി ഒരു തുള്ളി ദുആയെങ്കിലും ചെയ്യേണ്ടത് ഈ ഉസ്താദന്മാരാണ്. പിന്നൊരു കാര്യം, നമ്മുടെ നാട്ടില് എവിടുന്നോ വന്ന് പണിയെടുക്കുന്ന ബംഗാളികൾക്ക് ദിവസത്തിന് 1000 രൂപയാണ് ശമ്പളം. പക്ഷേ ഈ ഉസ്താദന്മാർക്കാണെങ്കിലോ അതിൻ്റെ 1/3. എന്ത് ന്യായമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ ഉസ്താദന്മാർ 5 വക്ത് പള്ളിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇമാമ് നിൽക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് ഓരോ അക്ഷരങ്ങളും നാളെ ആഖിറത്തിന് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ഉസ്താദന്മാരുടെ ശമ്പളത്തിന്റെ വിഷയം സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് എത്രമാത്രം സൗണ്ടാണല്ലേ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേക്ക്. നാളെ നിങ്ങൾ മരിച്ചാൽ ഈ ഉസ്താദന്മാർ വേണം നിങ്ങളുടെ എല്ലാ കാര്യത്തിനും.